താമസിക്കുന്ന മഹാരാജാവ് അയാൾ ആ സൗഭാഗ്യം വിട്ടുകളയൂ? ഇല്ല. അതാണ് ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ തെറ്റ്. ഇന്ന് ലോകത്ത് തെറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല സുൽത്താന്മാർക്കും അറിയാം ഇത് തെറ്റാണെന്ന്. എനിക്ക് തെറ്റാണെന്ന് ബോധ്യമായിട്ടും അത് തെറ്റാണ് എന്ന് വിളിച്ചു പറയാത്തത് തനിക്ക് കയ്യിൽ കിട്ടിയ സൗഭാഗ്യം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഉറപ്പ്. അതിലെനിക്ക് യാതൊരു ആരാണെങ്കിലും എന്റെ പ്രിയ, എനിക്കൊരു തെറ്റു പറ്റിയാൽ അത് തെറ്റാണ് എന്ന് പറയാൻ ബോധ്യം എനിക്കുണ്ടാവണം. തെറ്റാണ് മനസ്സിലായിട്ട്. ഇല്ലെങ്കിൽ പിന്നെ അവൻ ദുനിയാവിലെ സുൽത്താനായേക്കാം ചിലപ്പോൾ, പക്ഷെ ആഖിറത്തിലെ സുൽത്താനാവൂല. ദുനിയാവു അവധി ആഖിറത്തിൽ ഏറ്റവും ഗതികെട്ടവൻ അവനായിരിക്കും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആമീൻ പറയൂ മനുഷ്യന്മാരെ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഏത് വലുതാണെങ്കിലും ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് ബോധ്യമുണ്ടായാൽ പറയാൻ കഴിയില്ല. കാരണം എന്താ പറഞ്ഞാൽ തഴപ്പവും. അതല്ല രാഷ്ട്രീയത്തിൽ വരെ സാമുദായികത്തിൽ വരെ. ഞാൻ അതിനകത്തേക്ക് കിടക്കുന്നില്ല. സ്ഥലം തിരുമാപ്പള്ളിയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എനിക്ക് പേടിയുണ്ടെന്നല്ല, എൻ്റെ സ്നേഹമുള്ളവരെന്നല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹു നമ്മളെ അങ്ങനെ നിഴലിനെ തള്ളിപ്പറയുന്ന മഹാന്മാരായി അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നിഴലിനെ തള്ളിപ്പറയുമ്പോഴാണ് മഹാനാവുക. അല്ലാതെ കൂടെ നിൽക്കുന്നവൻ ഇവൻ മഹാനാണെന്ന് പറഞ്ഞാൽ അവൻ മഹാനാവില്ല. അതൊരു മാതിരി നെറ്റ്വർക്ക് കറാമത്ത് എന്ന് പറയുന്ന കറാമത്തുണ്ട്. ഞാനൊരു അത്ഭുതം കാണിച്ചു. ഞാൻ നിന്നോട് പറഞ്ഞു, നീ അത് അയാളോട് പറഞ്ഞു. അയാൾ പറഞ്ഞു ശൈഖുന കറാമത്ത്. അടുത്ത ആളോട് പറഞ്ഞു. ഇങ്ങനെ ബായ്ക്കിലോട്ട് പറഞ്ഞു. ഇതാണ് നെറ്റ്വർക്ക് കറാമത്ത്. അവിടെ ഏറ്റവും പുറയിരിക്കുന്നവർക്ക് കണ്ടിട്ടില്ല. ഇത് ദുനിയാവിന്റെ ശൈലിയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നല്ല മഹാന്മാരാക്കി നമ്മളെ സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മളെ നല്ല മഹാന്മാരായി അള്ളാഹു സ്വീകരിക്കട്ടെ. അവരാണ് നിഴലിനെ തല്ലി പറയുന്ന മഹാന്മാർ. മഹാനാകണമെങ്കിൽ ഒരൊറ്റ നിബന്ധന മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും മഹാനാവണോ? വേണോ? ആകണം. ഒരൊറ്റ നിബന്ധനയേ ഉള്ളൂ. ഇത് മഹാൻ എന്ന് പറഞ്ഞാൽ അത് ആർക്കും സമ്മാനാടിസ്ഥാനത്തിൽ കിട്ടിയതൊന്നുമല്ല. പച്ചത്തലപ്പുള്ള മാത്രം മഹാനാവൂ, അല്ലെങ്കിൽ വെള്ളക്കുപ്പായിട്ടോ മാത്രം മഹാനാവൂ. ഞാൻ ഇവിടുത്തെ കച്ചവടക്കാരൻ മഹാനാവൂല. അങ്ങനെ മഹാനാർക്കും ആവാം. ഒറ്റ നിബന്ധന പറഞ്ഞിട്ടെ. لولا أن الشياطين يهومون على قلوب بني آدم لنظروا إلى ملكوت السماء. എന്റെ പൊന്നബിമാ പള്ളിയിലെ പാവപ്പെട്ട ചെറുപ്പക്കാരെ, ആത്മീയ ചൂഷണത്തിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ താരത്തെ റോട്ടിൽ നിൽക്കുന്ന സാദാ സീതാ നിനക്ക് മഹാനാവാം. ഒരൊറ്റ നിബന്ധനയേ ഉള്ളൂ. ലൗലാ അന്ന ശയാതീന യഹ്റൂമൂന അലാ ഖുലൂബി ബനി ആദം. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് എപ്പോഴാണോ പിശാചിനെ വെളിയിലാക്കുക, എന്നാൽ അവൻ ഇവിടെ ഇരുന്നു കൊണ്ട് ആകാശത്ത് കാണുന്ന രഹസ്യങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ട് വിളിച്ചു പറയാൻ അവന് കഴിയുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. യഥാർത്ഥത്തിൽ എന്താ? ഒരൊറ്റ നിബന്ധനയേ ഉള്ളൂ. കൽബിന്റെ ഉള്ളിൽ ഇബ്ലീസ് ഉണ്ട്. അതിനെ ഇറക്കി വിട്ടാൽ നീ മഹാനാവും. പക്ഷെ അതിറങ്ങി പോവില്ല. കൽബിന്റെ ഉള്ളിൽ ഇബ്ലീസ് ഉണ്ട്. ഇബ്ലീസിനെ ഇറക്കി വിട്ടാൽ ഈ ടാറിട്ട റോഡിൽ ഇരുന്നിട്ട് ആകാശത്തോട്ട് നോക്കിയിട്ട് ചൊവ്വയിൽ ഇപ്പൊ എന്താ നടക്കണെന്ന് ഇവിടെ ഇരുന്നിട്ട് പറയാൻ കഴിയും. ഉറപ്പ്. പറഞ്ഞത് അഹമ്മദ് കബീർ അല്ല, സഹീഹുൽ ബുഖാരി, ഇമാമിന് ബഹുമാനപ്പെട്ട ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ പിന്നെ നടക്കൂല്ലോ. അപ്പോൾ ഒറ്റ കാര്യം എന്തേ ഉള്ളൂ, ശൈത്താൻ ഇറക്കി വിടണം. അപ്പൊ ശൈത്താൻ കൂടെയുള്ളവൻ എന്ത് ചെയ്താലും, ശൈത്താൻ കൂടെയുള്ളവൻ അവൻ ഏത് അത്ഭുതം കാണിച്ചാലും അത് കറാമത്തല്ല, അത് അവൻ സാഹിറാണ്, അവൻ മന്ത്രവാദിയാണ്. അവൻ ശൈത്താൻ കൂടെയുള്ളവൻ ഏത് കാര്യം കാണിച്ചാലും അത് കറാമത്തല്ല, അതെന്താണ്? അത് സിഹറാണ്. രണ്ട് മനസ്സിലാക്കണം. ഞാൻ അതിലേക്ക് പോയാൽ ഒത്തിരി പറയേണ്ടി വരും. ഞാൻ വിഷയം തന്നെ എവിടെയെങ്കിലും പറയുന്നുണ്ട്. ഖുർആനും സിഹറും, ഖുർആനും സിഹറും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ എന്താ അതെന്തുകൊണ്ടാവില്ല? എന്റെ നാട്ടിൽ ഒരു ചുമട്ടുകാരനുണ്ട്. അയാളുടെ ജോലി ചുമടി വെക്കല. അയാൾ
അത്യാവശ്യം ചില മാന്ത്രിക വിദ്യകളൊക്കെ കാണിക്കും. ചെറിയ മാജിക്കുകാരനോ അയാൾ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ അയാൾ, ഞങ്ങൾ സ്കൂൾ വിദ്യാർത്ഥി നടന്നു ഇവിടെ ഇടുക്കിയില്, അവിടെ അയാൾ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോ ഈ ചുമട്ടുകാരൻ കൂലിപ്പണിക്കാരന് തടി വെട്ടാൻ പോകും, ഓടാലിയായി കുന്താലിയുമായിട്ട് കളിക്കാൻ പോകും. അയാൾ ഇടയ്ക്കിടയ്ക്ക് ഒഴിവ് സമയം കിട്ടുമ്പോ സ്കൂളിൽ മാജിക് കാണാൻ വരും. ഒരു ദിവസം അയാൾ സ്കൂളിൽ മാജിക് കാണിക്കാൻ വേണ്ടി വന്നു. ഒരു വെള്ള പേപ്പർ എടുത്ത് കയ്യിലെടുത്ത് ഞങ്ങളോട് ചോദിച്ചത് എന്താണെന്നറിയാവോ? അതെ, ഇത് വെള്ള പേപ്പർ. എന്താ ഞങ്ങൾ വെള്ള പേപ്പറാ. 4 കറക്കൊക്കെ കറക്കി ഒരു പൂവൊക്കെ വിളിച്ചു. പിന്നെ അയാൾ പോക്കറ്റിൽ നിന്ന് എടുത്തപ്പോ അത് 1000 രൂപയുടെ നോട്ടായി മാറി. ഞങ്ങളൊക്കെ അത്ഭുതത്തോടെ നിന്നു. പിറ്റേ ദിവസം രാവിലെ ഉറക്കം എഴുന്നേറ്റ് നോക്കിയപ്പോ ഈ മനുഷ്യൻ അന്നത്തെ അരി മേടിക്കാൻ വേണ്ടി അയാൾ കോടാലും തോളി തൂക്കി മരം വെട്ടാൻ പോകുന്നു. ഞാനോട്ട് പടച്ചോനെ, ഈ പാവപ്പെട്ടവൻ അതിന് പോണ എന്തിനാ? ഇയാൾ 10 വെള്ള പേപ്പർ എടുത്തിട്ട് 1000 രൂപയ്ക്കാ പോട്ടെ. എടാ മോനെ, ആ 1000 രൂപ കൊടുത്ത റേഷക്കടയിൽ അരി കിട്ടൂല. മന്ത്രവാദി അയാൾ വെള്ള പേപ്പറിൽ കാണിച്ച 1000 രൂപ, ഈ 1000 രൂപ റേഷക്കടയിൽ കൊടുത്താൽ അരി കിട്ടൂല. അത് അയാൾ അപ്പം മുമ്പിലുള്ള ആളുകളുടെ കണ്ണൊന്ന് വെട്ടിക്കാന് ഈ വെള്ള നോട്ടിന് എന്നാ പിന്നെ അതുകൊണ്ട് അരി മേടിക്കണേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒന്നാവാൻ കഴിയില്ല. അതെന്തിനാ കഴിയൂ? ഒരാള് ഒരു കറാഹത്ത് ചെയ്താൽ അവൻ പിന്നെ കറാമത്ത് കാണിക്കാൻ പറ്റൂല. പിന്നല്ലേ ഹറാം? കറാഹത്ത് ചെയ്താൽ അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല. ഇങ്ങോട്ട് നോക്ക്, ഒരാൾ അയാൾക്ക് കറാമത്തുണ്ടാവും, ഉറപ്പാണ് മനുഷ്യന്. പക്ഷെ അവനൊരു കറാമത്ത് ചെയ്യുന്നവനാണെങ്കിൽ അവന്റെ അടുത്ത് നിന്ന് കറാമത്തുണ്ടാവില്ല. ഉണ്ടായാൽ അത് സിഹറാണ്, അത് മാരണവിദ്യയാണ്, കണ്ണുകെട്ടാണ്. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചെരുപ്പെടുത്തിട്ട് ശൈത്താനെ കാണിച്ചു. ശൈത്താൻ ഓടി. ബഹുമാനപ്പെട്ട ഇമാമിന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ ഇബ്ലീസ് വന്നു. ആ ഇബ്ലീസിനെ ചെരുപ്പെടുത്ത് കാണിച്ചു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ചെരുപ്പ് കണ്ട ഇബ്ലീസ് ഓടാൻ തുടങ്ങി. വലിയ മഹാന്മാരാണ്. അവരെ കാലിൽ കിടക്കുന്ന ചെരുപ്പ് കണ്ടൻ ഇബ്ലീസ് ഓടും. ഇപ്പൊ വലിയ മഹാന്മാരെന്ന് പറയുന്ന ആളുകളുടെ കൂടെ ഇബ്ലീസ് നടക്കുക. ആ കൂടെ തന്നെ ഇബ്ലീസ് നടക്കുക. എന്റെ പ്രിയപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വഫാത്തായി. അവിടുത്തെ ഒരു വലിയ ആലിമിന്റെ, ഒരു മഹാനായ ആളുടെ ചെരുപ്പ് ഇബ്ലീസിനെ കൊണ്ടുപോയി കാണിച്ചു. ഇബ്ലീസ് പറഞ്ഞു കാണിച്ച ആളോട്, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വഫാത്തായി, ഇത് കിതാബിനെ വഫാത്തായി. മാനാഹാറുടെ ചെരുപ്പ് കണ്ടാൽ ഇബ്ലീസ് ഓടും. വഫാത്തായി. അപ്പൊ വേറെ വലിയ ശൈഖുനാന്റെ അവിടെ തന്നെ ജീവിച്ചിരിക്കണം ആളുകൾ ഹുനാക്കിയ ശൈഖുനാന്റെ ചെരുപ്പ് കൊണ്ടുപോയി കാണിച്ചു. ആ ചെരുപ്പ് കാണിച്ചപ്പോൾ ഇബ്ലീസ് പറഞ്ഞു, നല്ല ചെരുപ്പിന്റെ ഉടമ മരിച്ചു എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് ആ ചെരുപ്പ് വാങ്ങിച്ച് കൊണ്ടുവന്നവന്റെ മുഖത്തടിച്ചു ഇബ്ലീസ്. കൊണ്ടുവന്നവന്റെ മുഖത്തടിച്ചു ഇബ്ലീസ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തേതൊരു മനുഷ്യനും വലിയവനാകുന്നത് അവന്റെ ഹൃദയത്തിൽ നിന്ന് ഇബ്ലീസിനെയും നിഴലിനെയും പിടിച്ചടക്കി വിടുമ്പോഴാണ്. കറാഹത്ത് ചെയ്തവൻ പോലും കറാമത്തിന്റെ ഉടമസ്ഥനാവുകയില്ല. ഉറപ്പാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. എന്നെ ഇപ്പൊ നിങ്ങൾ അടുത്ത പ്രാവശ്യം പ്രസംഗിപ്പിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, കാര്യം പറയുക എന്നുള്ളത് ഇത് സുന്നത്യമാത്തിന്റെ അക്കീദയാണ്, വേറെ ആൾ അക്കീദല്ല. അല്ലാതെ പറയട്ടെ, കറാഹത്ത് ചെയ്യുന്നവന് വിലായത്ത് ചെയ്യാൻ പറ്റുമോ? ഇല്ല മോനെ. ബഹുമാനപ്പെട്ട ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഒരാൾ ഒരു വലിയ എന്താ പറയുന്നത് മഹാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആളുകളൊക്കെ മുത്താനും മണത്താനും തിരക്കായി. മുത്താൻ പറ്റാത്തവര് കൈ മുത്തി, കാലി മുത്തി, മുത്താൻ പട്ടണത്തൊക്കെ മുത്തിയവനെ മുത്തി. അങ്ങനെ ആളുകൾ വന്നപ്പോ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ശൈഖുനാൻ ഇപ്പൊ മുത്താൻ പറ്റൂല, ശൈഖുന ഉറക്കത്തിലാണ്, വേണമെങ്കിൽ നേരത്തെ മുത്തി മുരീദിനെ മുത്തിയിട്ട് നിങ്ങൾക്ക് പോവാം. മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി തആല അലൈഹി ഇയാളെ കാണാൻ വേണ്ടി പോയി. യഥാർത്ഥ വരി വരുന്നറിഞ്ഞപ്പോൾ വ്യാഴൻ പമ്പ കടന്നു പോയി. മഹാനവർ അദ്ദേഹത്തിന്റെ സ്ഥാനത്തെത്തി. മുരീദന്മാരെ പറഞ്ഞു, ശൈഖുന ഇവിടെ ഇല്ല, അദ്ദേഹം എവിടെ വെളിയിൽ പോയിരിക്കുകയാണ്. മഹാനവർ ചോദിച്ചു, അദ്ദേഹം താമസിക്കുന്ന സ്ഥലം എവിടെ? ആ സ്ഥലം കാണിച്ചു കൊടുത്തു. നോക്കിയപ്പോൾ മുരീദന്മാര് പറഞ്ഞു, ഇവിടെയാണ് അദ്ദേഹം നിസ്കരിക്കുന്നത്, എത്രയോ നാളുകളായി അദ്ദേഹം സുജൂദിൽ തന്നെയാണ്. ആ സമയത്ത് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർ പറഞ്ഞു, ഇവൻ യഥാർത്ഥ വലിയല്ല. ചോദിച്ചു, നിങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടില്ല?